ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 24 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. 25-ാം ശ്ലോകമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. അവിടെ 62ഉം 63ഉം ചോദ്യങ്ങൾ ഒരേ വിഷയത്തെ സംബന്ധിച്ചായിരുന്നു എന്ന് മാത്രമല്ല, ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ചോദിച്ച ഉടനെ തന്നെ അതിൻ്റെ ഉത്തരം പറയുകയാണ് ചെയ്തത്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇവിടെ പറയാം അഥവാ ഞാൻ പറയുന്നു എന്ന് പറയുകയാണ് ചെയ്തത്. ചോദ്യം ഇതായിരുന്നു: ചിന്താമണി പോലെ ഈ ലോകത്തിൽ ദുർലഭമായത് എന്ത്? ലഭിക്കാൻ ഏറെ പ്രയാസമുള്ളതും ലഭിച്ചാൽ ആവശ്യപ്പെടുന്നതെല്ലാം നൽകുന്നതുമായ ഒരു സാങ്കല്പികമായ മണി, രത്നം, അതാണ് ചിന്താമണി. അതുപോലെ ദുർലഭമായത് എന്ത്? അത് മറുപടി പറഞ്ഞു, ഞാൻ പറയാം, ചതുർഭദ്രമാണ്. ഉടനെ 63ാമത്തെ ചോദ്യത്തിൽ കിം തത്, അതെന്താണ് ഈ ചതുർഭദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടനെ മറുപടി പറഞ്ഞു, അജ്ഞാനം നശിച്ച വിദ്വാൻമാർ യാതൊന്നിനെ വിശേഷേണ പറയുന്നുവോ അതാണ് ചതുർഭദ്രം. തുടർന്ന് എന്താണ് ചതുർഭദ്രം എന്ന് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. നോക്കൂ: ദാനം പ്രിയവാക്സഹിതം ജ്ഞാനമഗർവം ക്ഷമാന്വിതം ശൗര്യം വിത്തം ത്യാഗസമേതം ദുർലഭമേതച്ചതുർഭദ്രം. പ്രിയവാക്സഹിതം ദാനം, അഗർവം ജ്ഞാനം, ക്ഷമാന്വിതം ശൗര്യം, ത്യാഗസമേതം വിത്തം. ഈ 4 എണ്ണമാണ് ചതുർഭദ്രം. ഭദ്രമായ 4 എണ്ണം. ചതുർഭദ്രം എന്ന് പറഞ്ഞാൽ ഭദ്രമായ, മംഗളമായ, മംഗളകരമായ 4 എണ്ണം. ഏതാണ് ഈ 4? പറയുകയാണ്, അതീവ ദുർലഭമാണ്, ചിന്താമണി പോലെ ദുർലഭമാണ്. ഒന്നാമതായിട്ട് പ്രിയവാക് സഹിതം ദാനം, പ്രിയമായ വാക്യത്തോടു കൂടെയുള്ള ദാനം, അതാണ് ഒന്നാമത്തെ ഭദ്രം പറയുന്നത്. പലപ്പോഴും ദാനം ചെയ്യുമ്പോൾ ദാനം ചെയ്യുന്ന ആൾ കുറച്ച് കേമൻ, ദാനം സ്വീകരിക്കുന്ന ആൾ മോശപ്പെട്ട ആൾ, അങ്ങനത്തെ ഒരു മനോഭാവം വരാം. അങ്ങനെ വരികയാണെങ്കിൽ ദാനം നൽകുന്നത് അല്പം വിഷമത്തോടു കൂടെയോ ഗർവത്തോടു കൂടെയോ അല്ലെങ്കിൽ തൻ്റെ മഹിമയെ കീർത്തിച്ചുകൊണ്ടോ സ്വീകരിക്കുന്ന ആളെ ഇകഴ്ത്തിക്കൊണ്ടോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, പ്രിയവാക്യത്തോടു കൂടിയ ദാനം, വളരെ സന്തോഷം നൽകുന്ന പ്രിയകരമായ വാക്യത്തെ പറഞ്ഞും കൊണ്ട് വേണം ദാനം ചെയ്യാൻ. ദാനം സ്വീകരിക്കുന്നതോടൊപ്പം അത് ലഭിച്ച ആൾക്ക് അത്യന്തം ആദരവ് നൽകുന്നതായിരിക്കണം. അങ്ങനെ പ്രിയവാക് സഹിതമായ ദാനമാണ് ഒരു ഭദ്രം. രണ്ടാമത്തെ ഭദ്രത്തെ പറയുന്നു, ജ്ഞാനമഗർവം, ഗർവ് ഇല്ലാത്ത ജ്ഞാനം. പലപ്പോഴും വിവിധ വിഷയങ്ങളിൽ വിദ്വാൻമാരായവർ, ജ്ഞാനസമ്പത്തുള്ളവർ തങ്ങൾ വലിയ കേമന്മാരാണ് എന്ന് അഭിമാനിക്കുകയും ആ അഭിമാനത്തിൻ്റെതായ ഗർവമെന്ന് പറയുമ്പോൾ ഞാൻ കേമൻ എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ തന്നേക്കാൾ താഴെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ മുമ്പിൽ തൻ്റെ ഒരു കേമത്വം എടുത്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഗർവം. അപ്പോൾ ഗർവമില്ലാത്ത ജ്ഞാനം, വിനയഭാവത്തോടു കൂടിയ ജ്ഞാനം, പൂർണ്ണമായ ജ്ഞാനം ഒരാളിലുണ്ട്, എന്നാൽ അശേഷം ഗർവമില്ല, അതാണ് മറ്റൊരു ഭദ്രം. അപ്പോൾ 2 ഭദ്രായി. മൂന്നാമത്തേത് പറയുകയാണ്, ക്ഷമാന്വിതം ശൗര്യം. അങ്ങേയറ്റത്തെ ശൗര്യമുണ്ട്. ശൗര്യം
വീര്യമാണ്. ശൗര്യം വാസ്തവത്തിൽ ശൂരതയാണ്. ശൂരത എന്ന് പറഞ്ഞാൽ അത് ശ്രീഞ്ഞ് ഹിംസായാം എന്നുള്ള ധാതുവിൽ നിന്നാണ് വരുന്നത്. ഹിംസിക്കാനുള്ള ശേഷി, നല്ല ഹിംസാശേഷി, ശത്രുക്കളെ ഹിംസിക്കാനുള്ള നല്ല ശേഷിയാണ് ശൗര്യം. അപ്പോൾ ഒരാൾക്ക് ശൗര്യമുണ്ട്, പക്ഷേ അങ്ങേയറ്റത്തെ ക്ഷമയുണ്ട്, അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടിയ ശൗര്യം. ഇതാണ് മറ്റൊരു ഭദ്രം. നാലാമത്തെ ഭദ്രം പറയുകയാണ് വിത്തം ത്യാഗസമേതം. പൊതുവെ ധനം കൈവശമായി കഴിഞ്ഞാൽ അത് ചെലവഴിക്കാൻ, ദാനം ചെയ്യാൻ, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കുറച്ച് മനോഭാവം കുറഞ്ഞു പോകും. അപ്പോൾ ശ്രേഷ്ഠമായ ഗുണത്തെ ഇവിടെ പറയുകയാണ് ത്യാഗസമേതം വിത്തം. ത്യാഗസമേതമായ വിത്തം, ത്യജിക്കാൻ, ദാനം ചെയ്യാൻ, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ, ഉപേക്ഷിക്കാൻ സന്നദ്ധതയോടുകൂടിയ വിത്തം. ഇത് 4 ചതുർഭദ്രം. ഈ 4 ഒരു മനുഷ്യജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതം മംഗളകരമായിരിക്കും. എന്നല്ല, അയാളെക്കൊണ്ട് ലോകത്തിനും മംഗളമായിരിക്കും. ഒന്നാമത് പറഞ്ഞു പ്രിയവാക് സഹിതം ദാനം, പ്രിയവാക്യത്തോടു കൂടിയ ദാനം. ജ്ഞാനമഗർവം, ഗർവരഹിതമായ ജ്ഞാനം. ക്ഷമാന്വിതം ശൗര്യം, ക്ഷമയോടുകൂടിയ ശൗര്യം. ത്യാഗസമേതം വിത്തം, ത്യാഗത്തോടു കൂടിയ ധനം, വിത്തം. ഈ 4 ഏതത് ചതുർഭദ്രം. ഇതാണ് ചതുർഭദ്രം. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ദുർലഭം. ഇത് വളരെ ദുർലഭമാണ്. അപ്പം നോക്കൂ, കഴിഞ്ഞ ശ്ലോകവുമായി ബന്ധിപ്പിച്ചാൽ ഇവിടെ ചിന്താമണി പോലെ ദുർലഭമായത് എന്ത്? അതിൻ്റെ മറുപടിയാണ് പ്രിയവാക് സഹിതമായ ദാനവും, അഗർവമായ ജ്ഞാനവും, ക്ഷമായുക്തമായ ശൗര്യവും, ത്യാഗയുക്തമായ ധനവുമാണ് ഈ ലോകത്തിൽ ഏറ്റവും ഭദ്രമായ ചിന്താമണിയായി, അഥവാ ചിന്താമണി പോലെയായി നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠതയെ പ്രദാനം ചെയ്യുന്നത്. വ്യക്തമായ ധാർമ്മിക വീക്ഷണം നൽകുന്ന ഒരു ശ്ലോകമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.